പറന്നു പറന്നു വരുന്നുണ്ട് പിറന്ന നാളിൻ്റെ കഥയിൽ. പ്രിയ DC കൂട്ടുകാരി, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നുകൊണ്ടുപോയി. തങ്കമണിയിൽ നിന്ന് കാൽവരി മൗണ്ടിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോയത്. അപ്പോഴുണ്ട് പെരുമഴ. വഴി ഇന്നത്തെ പോലെയൊന്നുമല്ല, വെറും ചെമ്മണ്ണ് പാത. മഴ പെയ്യുമ്പോൾ ചെളി കൂഞ്ഞ മൺപാതയിലൂടെ ജീപ്പ് കയറ്റം കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളും. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ പെരുമഴയത്ത് വണ്ടി തള്ളിയാണ് കാൽവരി മൗണ്ടിലെത്തിയത്. അവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിലേക്ക് പറഞ്ഞു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടയ്ക്കം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്ന് വിളിച്ചൊരു പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലെയല്ല, വളവും തിരിവും കുണ്ടും കുഴിയുമാണ്, വീതി തീരെ കുറവും. അങ്ങനെ പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിൽ നിന്ന് നിലവിളിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ടി ലോറി വലിയ തടികളുമായി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാനും ആവുന്നില്ല. ആകെ ടെൻഷൻ, കൂട്ടക്കരച്ചിൽ. കുറെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കയറിപ്പോവാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടയ്ക്ക് എത്തി. അവസാനം ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ട കുട്ടികളാണെന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇതെന്തു കഥയാണ്, ഇതാരുടെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല, ഇത് എൻ്റെ പെരുന്നാൾ കഥയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിയും എല്ലാ പിറന്നാൾ ദിനത്തിലും ഞങ്ങളോട് പറഞ്ഞിരുന്ന പിറന്ന നാളിൻ്റെ കഥയാണിത്. കേട്ടു കാണാപാഠമായെങ്കിലും കഴിഞ്ഞ വർഷവും ആദ്യം കേൾക്കുന്നത് പോലെ ഞങ്ങൾ ആവേശത്തോടും അത്ഭുതത്തോടും കൂടി കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പിറന്നാളുണ്ട്. നമ്മൾ അതിനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പിറന്ന നാൾ ആർക്കാണ് ഹാപ്പി ബർത്ത്ഡേ ആകുന്നത്? പിറന്ന നാളിൽ നമുക്കത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നല്ലോ. എന്നിട്ടും നമ്മൾ ചീവീട് കരയുന്ന പോലെ നീണ്ട വായിൽ നിലവിളിക്കുകയായിരുന്നല്ലോ. പിറക്കുമ്പോൾ കുട്ടി കരയണം. കരഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിറന്ന ദിനം നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ഡേ ആയിരുന്നു. ഇത് വായിക്കുന്ന നിങ്ങൾ ഒന്നറിയണം. നിങ്ങൾ ഇന്നു ഹാപ്പി ഡേ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ആ ദിവസത്തിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പപ്പയും മമ്മിയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. നിങ്ങൾ ജീവൻ സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷഭരിതമാക്കാൻ നിങ്ങളറിയാതെ മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്ത കണക്കില്ലാത്ത കഷ്ടപ്പാടുകളുടെ ഓർമ്മയാണ് നമ്മളിൽ പലരും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്നത്. വരുമ്പോൾ നമ്മൾ പിറവി നൽകിയവരെ മറക്കാം, എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിയും നമ്മൾ അറിവിനും സബോധയ്ക്കും മുമ്പ് കാട്ടിക്കൂട്ടിയ അഹസനീയമായ സകല വികൃതികളും അവർ ഒരിക്കലും മറക്കില്ല. ഇന്ന് അച്ചാച്ചൻ മരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളും ഒന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേയുടെ ഓർമ്മകൾ പറന്നു വരുന്നുണ്ട്. ഈ ദിനത്തിലെ ഓരോ കാറ്റിലകൾ പോലും ആ ശബ്ദം മുഴക്കുന്നുണ്ട്. ഈ ദിനത്തിൽ നിങ്ങളുടെ ജനനത്തിനും ജീവിതത്തിൻ്റെയും കഥകൾ ഇന്ന് തന്നെ ചോദിച്ചറിയാൻ തുടങ്ങുക. അത് കേൾക്കാൻ സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അറിയാം നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിങ്ങളായെന്ന്. ആ അറിവിനാണ് മക്കളെ ജീവിതത്തിൻ്റെ നിറവ്. ആശംസകളോടെ സ്വന്തം കൊച്ചൻ.